If I pose a question to myself, how much do I love myself? The answer goes like, I could walk into a storm and make it still, command oceans to part, not out of need, but because I can. I'd climb the spine of galaxies, pluck stars like fruit from trees of flame, grind them into dust to paint my name across the void. I do not love myself gently. I love myself like a wildfire loves the wind, like creation loves the first spark. I am both altar and offering, a universe folded into skin, unapologetically infinite. ഇടയ്ക്ക് വല്ലപ്പോഴും കുറച്ച് ഐഡിൽ ടൈം കിട്ടിയാൽ ഞാനൊന്ന് തിരിഞ്ഞു നോക്കും. അപ്പോൾ എനിക്ക് തോന്നും ഞാൻ എങ്ങനെ ഇവിടം വരെ എത്തി, എൻ്റെ ലൈഫ് ഒരു മിറക്കിൾ ആണല്ലോ എന്ന്. ഇത് എൻ്റെ സ്വകാര്യ തോന്നലൊന്നും അല്ല, നമുക്ക് പലർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഹാർഡ്ഷിപ്പ്, സ്ട്രഗിൾ, ഇന്റൻസ് പെയിൻ, അൺആൻസേർഡ് പ്രേയേഴ്സ്, ടിയേഴ്സ്, അൺടൈംലി ഡെത്ത്, അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും ഒരു 10,000 അല്ല 30 കഥകൾ. ഇതിന്റെ ഇടയിൽ കൂടെ അങ്ങ് ആടി ഉലഞ്ഞിട്ടാണേലും സെയിൽ ചെയ്ത് പോവാന്നുള്ളതിലാണ് കാര്യം. ഹെമിംഗ്വേ പറഞ്ഞിട്ടില്ലേ, മാൻ ഇസ് നോട്ട് മെയ്ഡ് ഫോർ ഡിഫീറ്റ്, എ മാൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ബട്ട് നോട്ട് ഡിഫീറ്റഡ്. ഡയലോഗിനൊക്കെ എന്താ അല്ലേ ഒരു പവർ, നല്ല ജോഷുണ്ട്. അങ്ങനെ സെയിൽ ചെയ്ത് ഞങ്ങളുടെ ഷിപ്പ് ഉച്ചയോടടുത്തിരിക്കുന്നു. ലഞ്ച് പ്രിപ്പറേഷൻ. ഇന്നും കേർഡ് റൈസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു, കാരണം ഇന്നലെ നല്ല പോളിംഗ് ആയിരുന്നല്ലോ. അപ്പം ഒരമ്മ എന്ന നിലയിൽ ഞാൻ വിചാരിക്കും, എനിക്കറിയാം അവൻ ഇന്ന് ചിലപ്പോൾ ഇത് റിജക്ട് ചെയ്യുന്നു, പക്ഷെ എന്നാലും ഞാൻ വിചാരിക്കും ചിലപ്പോൾ അവൻ നന്നായി കഴിച്ചാലോ. എൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് വളരെ ശരിയായിരുന്നു ദാസപ്പ, അവൻ കഴിച്ചില്ല. ഇന്നലെ അവൻ എൻ്റെ പോർഷൻ കഴിച്ചില്ലേ, അതുകൊണ്ട് ഇന്ന് ഞാൻ അവൻ്റെ പോർഷൻ കഴിച്ചു. ഇപ്പൊ എല്ലാം ഈക്വലായി. പിന്നെ ഞാൻ അവന് വേണ്ടി ഓട്സ് ഉണ്ടാക്കി, ഡ്രൈ ഫ്രൂട്ട്സ് പൗഡർ ഒക്കെ ഇട്ടിട്ട്. ഹി ലൈക്സ് ഇറ്റ്. പിന്നെന്താ, അങ്ങനെ പ്രത്യേകിച്ച് സംഭവ വികാസങ്ങളൊന്നുമില്ല. ജസ്റ്റ് ലൈക്ക് എനി അതർ വീക്ക് ഡേ. വൈകുന്നേരമല്ല, സന്ധ്യയായപ്പോൾ പാർക്കിൽ പോകാൻ ഇറങ്ങി. ഇന്ന് ടേർട്ടിൽ വാക്കിംഗ് ആയിരുന്നു കേട്ടോ. ഇത് അവൻ്റെ റോളി പോളി ടേർട്ടിലാണ്. പാർക്കിൽ എത്തിയപ്പോഴത്തേനും കുട്ടികളെല്ലാം അട്രാക്റ്റഡ് ആയിട്ട് എല്ലാവരും കൂടെ അതിൻ്റെ അകത്ത് മണ്ണും കല്ലും വാരിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പായിരുന്നു. കളി അല്പം കാര്യമായപ്പോൾ റോളി പോളി ടേർട്ടിലിനെ ജീവനോടുകൂടി അവന്മാരുടെ ഇടയ്ക്ക് നിന്ന് വലിച്ചെടുക്കാൻ ഞാൻ പെട്ട പാട്, അത് വല്ലാത്തൊരു കഥയാണ്. രാത്രിയായി. അന്ന് രാത്രി ആകാശത്ത് മൂണും ഇല്ലായിരുന്നു, സ്റ്റാർസും ഇല്ലായിരുന്നു. സോ ഐ ടോൾഡ് ഹിം ടു കൗണ്ട് ഓൾ അവർ ബ്ലെസ്സിങ്സ് ആൻഡ് എപ്പോഴോ ഞങ്ങൾ ഉറങ്ങിപ്പോയി.